കെലനിയിലെ വിഭീഷണ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ കൊളംബോ സിറ്റി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് കാണുന്നത് സിറ്റിയിൽ തന്നെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ടവറായ ലോട്ടസ് ടവറാണ്. ഈ മുകൾ ഭാഗം താമരപൊട്ട് പോലെ കാണുന്നതിനാലാണ് ഇതിനെ ലോട്ടസ് ടവർ എന്ന് വിളിക്കുന്നത്. 351 മീറ്റർ ഉയരമുള്ള ഈ ടവർ ശ്രീലങ്കയുടെ ഒരു ലാൻഡ്മാർക്ക് ആയി മാറിയിരിക്കുകയാണ്. ടെലികമ്മ്യൂണിക്കേഷനും നിരീക്ഷണങ്ങളും വിനോദസഞ്ചാരവുമാണ് ഇതിൻ്റെ ഉദ്ദേശം. 2019 സെപ്റ്റംബറിൽ പണി പൂർത്തീകരിച്ച ഈ ടവർ 2022 സെപ്റ്റംബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കൊളംബോ സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ പ്രദേശത്ത് വളരെയധികം ഹോട്ടലുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെയാണ്. ടൂറിസ്റ്റുകളുടെ ഒരു ആകർഷണ കേന്ദ്രമാണ് ഈ പ്രദേശം. ശ്രീലങ്കയുടെ മുൻ പാർലമെന്റ് കെട്ടിടമാണ് ഈ കാണുന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീലങ്കൻ പാർലമെന്റ് മറ്റൊരു സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രദേശം കൊളംബോ സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ബീച്ചാണ്. വളരെ വിശാലവും മനോഹരവുമായൊരു ബീച്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചൈനീസ് സഹായം ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന വലിയൊരു പോർട്ട് സിറ്റി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ രാത്രിയിൽ ബീച്ചും പരിസരമൊക്കെ വളരെ മനോഹരമാണ്. ബീച്ചിന് അഭിമുഖമായിട്ട് വലിയ ഹോട്ടൽ സമുച്ചയങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രവുമാണ്. ബീച്ചിൽ നിന്ന് തിരികെ പോകുമ്പോൾ ഈ ലോട്ടസ് ടവറിൻ്റെ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിന് മുകളിലുള്ള താമരയുടെ രൂപത്തിലുള്ള ഭാഗം വിവിധ വർണ്ണങ്ങളിൽ മാറി മാറി തിളങ്ങുന്ന കാഴ്ച നമുക്ക് വിസ്മയകരമായി കാണാൻ കഴിയും. ഇത് കൊളംബോ സിറ്റി സെൻ്ററാണ്. വലിയൊരു മാളാണ് ഇത്. ഇവിടെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോയിരിക്കുകയാണ്. മാളിനകത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ദിനങ്ങളൊക്കെ പ്രമാണിച്ചിട്ട് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അനവധി ആളുകൾ ഈ മാളിനകത്ത് ഈ ആഘോഷങ്ങളൊക്കെ കണ്ട് നിൽക്കുന്നുമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഭാഗം തയ്യാറാക്കിയ ശേഷം അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീയും മറ്റ് പോളാർ ബിയറിൻ്റെയും എല്ലാം പ്രതിമകളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്നിട്ട് കുട്ടികളെ പ്രത്യേകമായ രീതിയിൽ മത്സരിപ്പിച്ച് സമ്മാനം നൽകുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ഒരു ഗായിക ഇവിടെ നിന്ന് മനോഹരമായി ക്രിസ്മസ് ന്യൂ ഇയർ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. ഷോപ്പിങ്ങിനൊക്കെ ശേഷം ബെസ്റ്റ് വെസ്റ്റേൺ എന്ന ഹോട്ടലിൽ രാത്രിയിൽ വിശ്രമിച്ച ഞങ്ങൾ അതിരാവിലെ തന്നെ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാവിലെ 8:30 ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ തിരുവനന്തപുരം ഫ്ലൈറ്റിലാണ് ഞങ്ങളുടെ തിരികെയുള്ള യാത്ര. ബോർഡിംഗ് പാസ് നൽകുവാൻ ശ്രീലങ്കൻ എയർലൈൻസുകാർ അല്പം താമസിച്ചു. ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ടൊക്കെ പോയാൽ മതി എന്നും പറഞ്ഞ് അവർ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ബോർഡിംഗ് പാസ് തരാതിരുന്നു. പിന്നീട് അല്പസമയത്തെ സംസാരത്തിന് ശേഷമാണ് അവരെല്ലാവർക്കും ബോർഡിംഗ് പാസ്സൊക്കെ തന്നത്. കൊളംബോയിലെ സാമാന്യ സൗകര്യങ്ങളുള്ള ഒരു എയർപോർട്ടാണ് ബണ്ടാരനായക ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആവശ്യത്തിന് സമയമുണ്ടായിരുന്നതിനാൽ എയർപോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം നടന്ന് കാണുകയും ചെയ്തു. ഏകദേശം കൃത്യസമയത്ത് തന്നെ ബോർഡിംഗ് ആരംഭിച്ചു. നമ്മുടെ രാജ്യത്തെ ഇൻഡിഗോ എയർലൈൻസിനേക്കാളൊക്കെ സൗകര്യമുള്ളതും ചിലവ് കുറഞ്ഞതുമാണ് ശ്രീലങ്കൻ എയർലൈൻസ് ഫ്ലൈറ്റുകൾ. അതിനാൽ ഗൾഫിൽ നിന്നും മറ്റും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് ഈ മാർഗമാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. അരമണിക്കൂർ മാത്രമാണ് യാത്രാസമയമെങ്കിലും തിരക്കിട്ട് ബ്രേക്ക്ഫാസ്റ്റും മറ്റും നൽകുകയും ചെയ്യും. ഒരാഴ്ചത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ശ്രീലങ്കയോട് വിട പറയുകയാണ്. ശ്രീലങ്കയുടെ ആകാശക്കാഴ്ചകൾ കണ്ടു തീരുമ്പോഴേക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ദൃശ്യങ്ങൾ വന്നു തുടങ്ങി. നമ്മൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ മുകളിലാണ് ഇപ്പോഴുള്ളത്.
രാവിലെ ആയതിനാൽ അല്പം ഫോഗുണ്ട്, അതുകൊണ്ട് കാഴ്ചകൾ വളരെ മങ്ങിയാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ മുകളിലെത്തി. പെട്ടെന്ന് തന്നെ യാതൊരു തടസ്സവും കൂടാതെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ലഗേജുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ഒരാഴ്ചത്തെ ശ്രീലങ്കൻ കാഴ്ചകളുടെ ഓർമ്മകളുമായി മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ പറയുകയാണ്. ഇനി മറ്റൊരു യാത്രയുടെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.